ആമസോണിൽ നിന്നും മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒമേഗ 3 സപ്ലിമെൻറ്റ്സും ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ എഴുതി തരുന്ന ഒമേഗ 3 തമ്മിൽ വ്യത്യാസമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ഈ വ്യത്യാസത്തിനെ കുറിച്ചാണ്. ഡയറ്ററി സപ്ലിമെൻ്റ് രൂപത്തിൽ കഴിക്കുന്ന ഒമേഗ 3യും ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ എഴുതി തരുന്ന ഒമേഗ 3 തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, രണ്ടിൻ്റെയും സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ഒമേഗ 3 ക്യാപ്സ്യൂൾസ് കഴിക്കുമ്പം നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വളരെ പോപ്പുലറാണ്. നമ്മളുടെ ശരീരത്തിലുള്ള ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റിൻ്റെ അളവ് നിയന്ത്രിക്കാൻ മാത്രമല്ല, പലതരത്തിലുള്ള കണ്ടീഷൻസിൽ ഇതൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഡോക്ടറെ കാണിച്ച് പ്രിസ്ക്രിപ്ഷൻ രൂപത്തിൽ കിട്ടുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സിനേക്കാളും പോപ്പുലറായിട്ടുള്ളത് ഒമേഗ 3 ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ആണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഈ ചാനലിൽ തന്നെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് കഴിക്കേണ്ടത്, ആരൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഡീറ്റെയിലിൽ ഞാൻ ആ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാവുന്നതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. പോളി അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു വിഭാഗമാണ്. കറൻ്റ്ലി 3 മെയിൻ തരത്തിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണുള്ളത്. ഒന്നിൻ്റെ പേര് ആൽഫ ലിനോലെനിക് ആസിഡ് എന്നാണ്, ALA എന്ന് ഷോർട്ടാക്കി പറയും. രണ്ടാമത്തെ പേര് EPA എന്നാണ്, അതായത് ഈക്കോസ പെൻറ്റനോയിക് ആസിഡ് ആണ്. മൂന്നാമത്തെ പേര് DHA എന്നാണ്, ഡൊക്കാസ ഹെക്സനോയിക് ആസിഡ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഈ പറഞ്ഞ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഓയിലെല്ലാം സാധാരണ രീതിയിൽ സീഡ്സിൽ കാണാറുണ്ട്, നട്ട്സിൽ ഉണ്ടാവാറുണ്ട്, ഫിഷിൽ ഉണ്ടാവാറുണ്ട്, ഫിഷ് പ്രൊഡക്ട്സിൽ ഉണ്ടാവാറുണ്ട്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ ഉണ്ടാവാറുണ്ട്, ബീൻസിലും നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി FDA അപ്രൂവൽ കിട്ടിയിട്ടുള്ള 2 തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണുള്ളത്. ഒന്ന് ഐക്കോസ പെൻറ്റ് ഈഥൈൽ എസ്റ്റേഴ്സും രണ്ടാമത്തത് ഒമേഗ 3 ആസിഡ് ഈഥൈൽ എസ്റ്റേഴ്സും ആണ്. ഇതിൽ ആദ്യം പറഞ്ഞ ഐക്കോസ പെൻറ്റ് ഈഥൈൽ എസ്റ്റേഴ്സിൽ മെയിൻലി EPA ആണ് അടങ്ങിയിട്ടുള്ളത്. നേരെ മറിച്ച് ഒമേഗ 3 ആസിഡ് ഈഥൈൽ എസ്റ്റേഴ്സിൽ EPAയും DHAയും രണ്ടും അടങ്ങിയിട്ടുണ്ടാകും. ഇനി ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ രൂപത്തിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആർക്കൊക്കെയാണ് കൊടുക്കുന്നതെന്നും കൂടി പറയാം. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടുതലുള്ളവർക്കാണ്. ട്രൈഗ്ലിസറൈഡ്സ് കൂടി നിൽക്കുന്ന കണ്ടീഷനെ ഹൈപ്പർ ട്രൈഗ്ലിസറിഡീമിയ എന്നാണ് പറയുന്നത്. നോർമൽ റേഞ്ച് 150 താഴെ നിൽക്കുന്നതിന് പകരം അധികം ആൾക്കാർക്കും 200, 300, 500 വരെയൊക്കെ ചില ആൾക്കാർക്ക് കാണാറുണ്ട്. ഇവർക്കൊക്കെ ഇതൊരു മെഡിസിൻ ആയിട്ടാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കൊടുക്കുന്നത്. മറ്റൊരു സിറ്റുവേഷനിൽ ഇത് ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിൻസ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നിൻ്റെ കൂടെ ടോട്ടൽ കൊളസ്ട്രോളും HDL കൊളസ്ട്രോളും കുറയ്ക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ ഇത്തരത്തിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസിൽ ഉപയോഗിക്കാറുണ്ട്. ക്യാൻസറിൽ, ആൽസിമേഴ്സ് ഡിസീസസിൽ, ഡിമെൻഷ്യയിൽ ഉപയോഗിക്കാറുണ്ട്. ഡിപ്രഷനിലും വിഷൻ റിലേറ്റഡ് പ്രോബ്ലംസിലും, ഹാർട്ട് ഫെയിലിയറിൽ, ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്കിൻ്റെ ഡീജനറേഷനിൽ ഉപയോഗിക്കാറുണ്ട്. ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിൽ ഉപയോഗിക്കാറുണ്ട്. മെനോപോസൽ നൈറ്റ് സ്വെറ്റ്സിൽ ഉപയോഗിക്കാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആസ്മയിലും ഗം റിലേറ്റഡ് ഡിസീസസിലും ഉപയോഗിക്കാറുണ്ട്. അപസ്മാരം, ഡയബറ്റിക് റെറ്റിനോപ്പതി, പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിൽ ഉപയോഗിക്കാറുണ്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസസിലും യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഓഫ് ലേബിൾ യൂസസ് ആണ്. FDA അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിൽ മാത്രമേ ഉള്ളൂ. സ്ട്രിക്റ്റ് ആയിട്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ALA ആണ് കുറച്ചും കൂടിയും പോപ്പുലർ ആയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. കാരണം ALA കിട്ടുന്നത് നട്ട്സിൽ നിന്നും സീഡ്സിൽ നിന്നുമാണ്, അതായത് പ്യുവർലി പ്ലാന്റ് ബേസ്ഡ് ആണ്. ALA നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ EPA ആയിട്ടും DHA ആയിട്ടും മാറ്റാൻ സാധിക്കും. പക്ഷേ അതിൽ DHAൻ്റെ അളവ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഇനി പ്രിസ്ക്രിപ്ഷൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ ഡോസും കൂടി പറയാം. ഇത് സാധാരണ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്ന പോലെയല്ല, ഹയർ ഡോസസിലാണ് കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരെ കാണേണ്ടതും ഡിസ്കസ് ചെയ്യേണ്ടതും നിർബന്ധമാണ്. ഐക്കോസ പെൻറ്റ് ഈഥൈൽ എസ്റ്റേഴ്സിൻ്റെ സാധാരണ ഡോസ് എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ്സ് 500 മുകളിലേക്കാണെങ്കിൽ ഒരു ദിവസം 4 ഗ്രാം വരെയൊക്കെയാണ് കഴിക്കേണ്ടത്. ഇനി ഒമേഗ 3 ആസിഡ് ഈഥൈൽ എസ്റ്റേഴ്സും 3 ഗ്രാം, ചിലപ്പോൾ 4 ഗ്രാം വരെയൊക്കെ ഒരു ദിവസം കഴിക്കാൻ പറയാറുണ്ട്. ഒമേഗ 3 കാർബോക്സിലിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 ഗ്രാംസ് വരെയൊക്കെയാണ് മാക്സിമം ഡോസ് എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണെന്നുണ്ടെങ്കിലും അത് വെള്ളത്തിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത്. ഭക്ഷണം കഴിച്ച് ഉടനെ കഴിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചവയ്ക്കാൻ പാടില്ല, ക്രഷ് ചെയ്യാൻ പാടില്ല, ഹോളായിട്ടാണ് കഴിക്കേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ദിവസവും ഒരേ സമയത്ത് കഴിക്കുന്നതും കുറച്ചും കൂടിയും ഇഫക്റ്റീവാണെന്ന് പറയുന്നുണ്ട്. ഡയറ്ററി സപ്ലിമെൻറ്റ്സ് രൂപത്തിലുള്ള ഒമേഗ 3 ഇങ്ങനെയല്ല കഴിക്കുന്നത്. ഏതൊക്കെ ദിവസങ്ങളിലാണോ ഫിഷ് അല്ലെങ്കിൽ ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കുറയുന്നത്, അങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രമാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ട ആവശ്യമുള്ളൂ.
പക്ഷേ പ്രിസ്ക്രിപ്ഷൻ രൂപത്തിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അങ്ങനെയല്ല, എല്ലാ ദിവസവും ഒരേ സമയത്ത് കഴിക്കേണ്ടതാണ്. ഇനി മിസ്സായി പോവുകയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം കഴിക്കണമെന്നില്ല, ഓർക്കുന്ന സമയത്ത് എടുത്ത് കഴിച്ചാൽ മതി. ഇനി കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളവരുടെ കാര്യം പറയാം. ഓൾറെഡി ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കഴിക്കുമ്പം കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് വേണം. കാരണം ചില തരത്തിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഇത്രയും ഹൈ ഡോസിൽ കഴിക്കുമ്പം AST ALT എന്ന് പറഞ്ഞ ലിവർ എൻസൈംസ് കൂടാൻ സാധ്യതയുണ്ട്. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഡേറ്റ കൃത്യമായിട്ടും അവൈലബിൾ അല്ല. പ്രഗ്നൻറ്റ് ലേഡീസ് കഴിയുന്നതും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന് മാക്സിമം DHA EPA രണ്ടും കൂടി കൂടിയത് ഒരു ദിവസം 1000 മില്ലിഗ്രാമാണ്, അതായത് 1 ഗ്രാം. ഇവർക്ക് 2 ഗ്രാംസോ 3 ഗ്രാംസോ ഒന്നും കഴിക്കാൻ പാടുള്ളതല്ല. കുട്ടികൾക്ക്, അതായത് 18 വയസ്സിന് താഴേക്ക് ആർക്കും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് റെക്കമെൻഡഡ് അല്ല. ഇനി ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ മരുന്നുകളുടെ സൈഡ് എഫക്ട്സും കൂടി പറയാം. ഐക്കോസപ്പെൻ ടീത്തൈൽ കഴിക്കുന്നവർക്ക് ജോയിൻറ്റ് പെയിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൊണ്ടവേദന, ഓറോഫെറിഞ്ചിയൽ പെയിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒമേഗ 3 ആസിഡ് ഈതൈൽ എസ്റ്റേഴ്സ് കഴിക്കുന്നവർക്ക് ഫിഷിൻ്റെ ടേസ്റ്റും ഡിസ്പെപ്സിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലോട്ടിങ്, ഗ്യാസിൻ്റെ പ്രശ്നം, അബ്ഡോമിനൽ പെയിൻ, നോസിയ, വോമിറ്റിംഗ്. ചിലർക്ക് സ്കിൻ റാഷസ് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. AST ALT, അതായത് SGOT SGPT, ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒമേഗ 3 കാർബോക്സിലിക് ആസിഡ് എസ്റ്റേഴ്സിനും ഏകദേശം ഇതേപോലെ സൈഡ് എഫക്ട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഇതൊന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നല്ല. ഇനി ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ കഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റ് തരത്തിലുള്ള മരുന്നുകളായിട്ടും ഈ മരുന്നുകളിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവാം. ഉദാഹരണത്തിന് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന ആൻറ്റി കോയാഗുലൻസ്, ഇതിൻ്റെ ഉദാഹരണമാണ് വാർഫാരിൻ എന്ന് പറയുന്നത്. ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മെഡിസിൻസ് ഉണ്ട്, അതായത് ആസ്പിരിൻ, ക്ലോപ്പിലെറ്റ്, ഇത്തരത്തിലുള്ള മരുന്നുകളായിട്ടും ഇൻട്രാക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മെഡിസിൻസിൻ്റെ ഇഫക്റ്റ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ മെഡിസിൻസ് സ്ഥിരമായിട്ടും കഴിക്കാൻ. അതുകൊണ്ടാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ് പ്രിസ്ക്രിപ്ഷൻ രൂപത്തിലുള്ള മരുന്ന് കഴിക്കുമ്പം മോണിറ്ററിങ് കൃത്യമായിട്ടും ചെയ്യണമെന്ന് പറയുന്നത്. ഐക്കോസപ്പെൻ ടീത്തൈൽ എസ്റ്റേഴ്സ് കഴിക്കുന്നവർക്ക് EPA മാത്രമാണ് അതിൽ കൂടുതലായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ LDL കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാൻ സാധ്യതയില്ല. പക്ഷേ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഈത്തൈൽ എസ്റ്റേഴ്സ് കഴിക്കുന്നവർക്ക് അതിൽ EPA DHA രണ്ടും ഉണ്ടാവും. ഇവർക്ക് ടോട്ടൽ കൊളസ്ട്രോളൊക്കെ കുറയും, ട്രൈഗ്ലിസറൈഡ്സും കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ LDL കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് വേണം. 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പം LDL കൊളസ്ട്രോളിൻ്റെ ലെവല് കൃത്യമായിട്ടും നോക്കാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതാണ്. സീ ഫുഡ് അലർജി ഉള്ളവർക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളവർ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾ സ്റ്റാറ്റിൻസ് കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിനുള്ള ഒമിപ്രസോൾ പോലത്തെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ, പ്രമേഹത്തിനുള്ള റോസിഗ്ലിറ്റസോൺ എന്ന് പറഞ്ഞ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, വാർഫാരിൻ പോലത്തെ ആൻറ്റികോഗുലൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നത് ഡോക്ടേഴ്സുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി. ഇനി ഓൾറെഡി ലിവർ ഡിസീസസ് ഉള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AST ALTൻ്റെ അളവ് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഇനി ഏട്രിയൽ ഫിബ്രിലേഷൻ, ഏട്രിയൽ ഫ്ലട്ടർ എന്നൊക്കെ പറഞ്ഞ എറിത്മിയാസ് ഉള്ളവർക്കും ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കഴിക്കുമ്പം അതിൻ്റെ റിക്കറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റിക്കറൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സിംറ്റംസ് വീണ്ടും അനുഭവപ്പെടാൻ ചാൻസസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒമേഗ 3 സപ്ലിമെൻറ്റ്സ് പോലെയല്ല ഒമേഗ 3 പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് എന്ന് പറയുന്നത്. ഒരെണ്ണം സപ്ലിമെൻ്റാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. മറ്റേത് മെഡിസിൻ പോലെയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നതെല്ലാം ജനറലൈസ്ഡ് ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷനാണ്. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ഹെൽത്ത് ഇൻഫർമേഷൻ വേണമെങ്കിൽ ഡോഫോഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. ഡോഫോഡിൻ്റെ ലിങ്കും ഫോൺ നമ്പറും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഒമേഗ 3 സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കണ്ടു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. എന്തെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.